മുംബൈ തോറ്റ മത്സരത്തിന് കണക്ക് വീട്ടണം. അതിലുപരി ബ്ലാസ്റ്റേഴ്സ് താരം പ്രബീർ ദാസിൻ്റെ അമ്മയ്ക്ക് വിളിച്ചതിനും പകരം വീട്ടു. എന്നാൽ അതിനുള്ള അവസരം കൊച്ചിയിലാണ്. കൊച്ചിയിൽ കണക്ക് തീർക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. മുംബൈ സിറ്റിയുമായിട്ടായിരുന്നു മത്സരം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കൊച്ചി ഒരു തീജ്വാലയായി കത്തി നിന്നു. കൊച്ചി കത്തിക്കുമെന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് മുംബൈ സിറ്റി താരം പറഞ്ഞതിങ്ങനെ, നിങ്ങൾ കത്തിച്ചു വെച്ചുകൊള്ളൂ എന്നാണ്. എന്നാൽ താരത്തിൻ്റെ മൂട്ടിൽ കത്തിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ജയിച്ചു കയറി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ നേടിയത് ദിമിത്രിയോസ് ഡയമൻഡക്കോസും ഗാന താരം പെപ്രയുമായിരുന്നു. ഇരുവരുടെയും 2 ഗോളുകളും മികച്ച ഗോളുകളായിരുന്നു. ഇന്നലെ കാണികൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയമായിരുന്നു. 41,000 സീറ്റിംഗ് കപ്പാസിറ്റിയും നിറഞ്ഞു. ടിക്കറ്റുകൾ മൊത്തം വിറ്റ് തീർന്നു. അത്രത്തോളം റിവഞ്ച് തീർക്കാനുള്ളൊരു മത്സരം തന്നെയായിരുന്നു ഇന്നത്തേത്. അത് തീർക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവേശം ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ വീറും വാശിയും അവരുടെ വെറുപ്പും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ഇന്നലെ പെരുമാറി. ലൂണയുടെ അഭാവം ദിമിത്രിയോസും പെപ്രയും നികത്തിയെന്ന് ഇവാൻ വെക്കോമനോവിച്ച് പറയുന്നുണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. എന്തായാലും നല്ലൊരു വിജയം തന്നെയാണ്, ക്രിസ്മസ് വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സ്വന്തമാക്കി കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ വർഷത്തെ ന്യൂ ഇയർ സമ്മാനം കൂടി തരാനുണ്ട്. മോഹൻ ബഗാനുമായി എവേ മത്സരമാണ്. 27-ാം തീയതി ബുധനാഴ്ചയാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം എവർക്കും കാത്തിരിക്കാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ കണ്ടുട്ടാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.